രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രാമചന്ദ്രായ വേധസേ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീരാമചന്ദ്രായ പരമസദ്ഗുരു നമസ്തേ നമോ. ഓം നമ ശിവായ. ഓം ശ്രീ മഹാദേവീ നമ. ഓം ഭദ്രാ ഭഗവതീ നമ. രാമായണ മാസാചരണത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്നും പാരായണം തുടരുകയാണ്. സജ്ജനങ്ങളായ എല്ലാ ദൃശ്യ ശ്രവ്യ ആസ്വാദകരെയും ഞങ്ങൾ ഈ സൽസംരംഭത്തിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ഓം ആ ഗണപതി നമഃ. ഓം സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസംഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം ഗും ഗുരുഭ്യം നമഃ. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണുർഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണം നിധേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെത്തിരകൾ തള്ളി വരും കണക്ക് എന്നുള്ളത്തിൽ വന്നു വിളയാട് സരസ്വതേ നീ. കുജന്തം രാമരാമേരി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ രാമായ സീതായം പദേ നമഃ. രാമം രാമാനുജം സീതാം ഭരതം ഭരതാനുജം സുഗ്രീവം വായുസൂനം ച പ്രണമാമി പുനഃ പുനഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം ശ്രീരാമചന്ദ്രായ പരമസദ്ഗുരോ നമോസ്തുതേ. ഓം നമഃ ശിവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ഓം
ഹനുമാനെ നീ കണ്ടായല്ലേ, നിന്നിലും വെന്നിലും ഉണ്ടല്ലോ എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ള ഒരു ഭക്തി. നാഥധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് ഒന്നിലും ഒരു നേരം ആശയും ഇല്ലയെല്ലാം. നിർമ്മലനാം ആത്മജ്ഞാനത്തിൽ ഇവൻ പാത്രം അത്രേ. നിർമ്മലൻ ആത്മജ്ഞാനത്തിന് ഇവൻ പാത്രമത്രേ. ഹരേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷം ഇവനേതുമില്ല എന്നു ധരിച്ചാലും രാധൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം. ഇപ്പോൾ ചിന്മയ ജഗന്മയ സന്മയ മായാമയ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമൻ ഇതോ ശ്രീരാമദേവനം ഏവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ച് അരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൽ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവരാ. കേട്ടാരും നീ സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുഗ്ധം സദാമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമൻ എന്ന അറിഞ്ഞുകൊണ്ടാലും നീ. ഓം നമോ നാരായണായ. എന്നുടെ തത്വവിനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ. എന്നുടെ പതിയായ പരമാത്മാവുതൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തത്സാന്നിധ്യം കൊണ്ടെന്നാൽ ശിഷ്ടമായവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നാം തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായി അടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്ന് യാഗ സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന ബുക്ക് യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ ഭഗ്നിയായോ അകല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുത് അവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരം ആകം പൊക്കാം. മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്രാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്ക് തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവും അടക്കി വൻപോട് അയോധ്യയും പൊക്കാം. 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാൻ. അതു മാതാവ് കൈകേയും മുടക്കി അതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതനം വൃത്രാരിപുരം ബുക്ക. വൃത്താന്തം കെട്ട ശേഷം ചിന്താശോകത്തോട്
ഉദകക്രിയാദികൾ ചെയ്ത ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പുക്കകാലത്താം വിരാധനെ ഖണ്ഡിച്ച കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ട പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമന്യാം രക്ഷോവംശത്തെ ഒടുക്കുവാൻ പൊക്കിതു പഞ്ചവടിലത്രമാണിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോനായകനുടെ സോദരി ശൂർപ്പണക ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോൻ കൊന്നിതു 1/3 നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോടു ചൊന്നാൾ മായയാ പൊന്മാനായി വന്ന മാരീതൻ തന്നെ സായകം പ്രയോഗിച്ച് സൽഗതി കൊടുത്തപ്പോൾ മായ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്ന മോക്ഷവും കൊടുത്തു പോയി ശബരിതനെ കണ്ടു മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പൊക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ട് മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു മിത്രാരിപുത്രനായി ഭാര്യയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ ഹരേ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമത്യ ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്ത രക്ഷിച്ച ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നൊരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതം ആക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൈക്കൊണ്ട് അയോധ്യയാം രാജ്യത്തിൽ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളിടനാൻ ഹരേ പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായി ഇരുന്നരുളിടിനാൻ ജഗന്നാഥൻ യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജന ഏവം ആദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയം അനേകൻ ആനന്ദാത്മകൻ
പരമാത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൻ ഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണം ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോ മയനായി നിറഞ്ഞൊരു നിർവൃതൻ ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാൾ നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നതൻ മായാ ഗുണങ്ങളെ താനനുസരിക്കാൻ അജനാദനോട് ഇങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷം അജസ രാമദേവൻ മന്ദഹാസവും ചെയ്ത് മഞ്ജുളവാച പുനരവനോടുര ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവ് അറികട തേജോരൂപിണിയാകുമെന്നുടെ മായതങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കപിവര ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരെ നീ കാൺമിലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാ പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമത് സഖേ തത്വമസ്യാദിമഹാ വാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിട ആചാര്യ കാരുണ്യത്താൽ മൽഭക്തനായുള്ളവൻ ഈ പദം അറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും മൽ ഭക്തി വിമുഖന്മാർ ശത്ര ഗർദ്ദങ്ങൾ കൊണ്ടും സൽഭാവം കൊണ്ടും ചാടി വീണ് മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാ മമ ഹൃദയം രഹസ്യം ഇത് ഒരു നാളും മൽഭക്തിഹീനന്മാരായി മേവോടും നരന്മാരോട് പറഞ്ഞ് അറിയിക്കരുത് എടോ പരമമുപദേശമില്ല ഇതിന്മീതേ ഒന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോട് അരുൾ ചെയ്തു രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാപകരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചത് എല്ലാം ഭക്തി പൂണ്ട് അനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരും ഒരു സംശയം ബ്രഹ്മഹത്യാദി ദുരിതങ്ങളോ ബഹുവിധം ജന്മങ്ങതോറും ആർജിച്ചുള്ളവ എന്നെങ്കിലും ഒക്കവേ നശിച്ചു പോവെന്ന് അരുൾ ചെയ്തു രാമൻ മർക്കട പ്രവരനോട് എന്നത് സത്യമല്ലോ ജാതി ദിൽ
പരദ്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മകന്ദ യോഗി വൃന്ദാപകാരി സുവർണത്തേയി ദുഷ്ടം ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും. അത്രയല്ല യോഗേന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടും. ഇല്ല സംശയമേതു. ഇങ്ങനെ മഹാദേവൻ അരുചേതതു കേട്ടു തിങ്ങിടും. ഭക്തിപൂർവം അരുചേതു ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വര ദയാനിധേയം പനകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ജനമായി വന്നു മമ സന്ദേഹം എല്ലാം ഇപ്പോൾ സന്നവായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വൽമുഖോൽഗളിതമാവോണം പാനം ചെയ്താലോ എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതാം ഇല്ലയല്ലോ നിർണയം അതുമൂലം ഒന്നുണ്ട് ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ച് അരു ചെയ്തതേതുമേ മതിയെല്ലാം സാക്ഷാൽ ശ്രീ നാരായണൻ തം മാഹാത്മ്യങ്ങളെല്ലാം കേഷണന്മാർക്കും വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർക്ക് അർത്ഥവുമുണ്ടായി വരാം. ക്രിമിണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാം. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തോം ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കട്ടുകൊള്ളുക അരുൾ ചെയ്തു വേദാം ശതകോടി ഗ്രന്ഥവിസ്താരം പുരാ വേദസംഹിതം അരുൾ ചെയ്തിതു രാമായണം വാൽമീകി പുനരം 24,000 നാൻമുഖൽ നിയോഗത്താൽ മാനുഷം മുക്തർത്ഥമായി ചമച്ചാൻ അതിൽ ഇതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാൻ ഏവം പുരാ അധ്യാത്മരാമായണം എന്ന പേര് ഇതിൽ നിന്ന് ഇതം അധ്യയനം ചെയ്യുന്നവർക്കും അധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ട്
ഭക്തിയും വർദ്ധിച്ചിടും, മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യം ഇത് എങ്കിലും കേട്ടാലും നീ പങ്ക്തികന്ധരമുഖ രാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടാം ദേവ താപസഗണത്തോടും സരസാസന ലോകം പ്രാപിച്ചു കരഞ്ചും ഏറ്റവും വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ചേട്ടം വേദനായകനായ നാഥനോട് ഇവജം വേദന ചെയ്യുകയല്ലേ മറ്റൊരു കഴിവില്ല. സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോട് ആരുടെ ഖേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടും കൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടും ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവന്റെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കം ഉദിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോട് കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദയാൽ മുക്തന്മാരായുള്ളോർ സിദ്ധയോഗികളാലും ദുർദശന്മായ ഭഗവൻ രൂപം മനോഹരോ ചന്ദ്രിക മന്ദസ്മിത സുന്ദരാനന പൂർണ്ണചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമാ ഇന്ദിരാ മനോഹര മന്ദിരവക്ഷസ്ഥലം വന്ദ്യ ആനന്ദോദയം വത്സലാഞ്ജന വത്സമോ പാദ ഭക്ത പാദപങ്കജ ഭക്ത വത്സലം സമസ്തലോകോത്സവം സൽസേവിതം മേരു സന്ദിപ കിരീടോദ്യം കുണ്ടലം മുക്താ കേയൂരംഗത കടക കടിസൂത്രവലയാങ്കുലീയഗാദ്യാഖില വിഭൂഷണ കലിത കളേബരം കമല മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം ഉണ്ട് സരസീരുക ഭവൻ മധുര സ്ഫുടാക്ഷരം സരസ പദങ്ങളാൽ തുതിച്ച് തുടങ്ങിന ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ നാരായണായ ഓം നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ പ്രപന്നാർത്തികാരി നമസ്തേ നമസ്തേ ഗദാ ചക്രവാണേകം സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ നാഥായ രഘുനാഥായ സീതായം പദേ നമഃ.